ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പട്ടുപാവാട അല്ലെങ്കിൽ ധാവണിക്കൊക്കെ നമ്മൾ പാവാട തയ്ക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് തയ്ക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഒരു ധാവണി സെറ്റാണ്. അറൗണ്ട് ഒരു 500 റുപ്പീസാണ് ഇതിനായത്. അപ്പം സാധാരണ തയ്ക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് അളവുകളെല്ലാം വരത്തില്ല. എക്സ്ട്രാ ആയിട്ട് ചിലപ്പം കുറച്ച് വേസ്റ്റായിട്ട് തുണി പോകും, അങ്ങനെയൊക്കെ വരും. അപ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പാവാട തയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ടോട്ടൽ എന്തുമാത്രം ഫാബ്രിക് ഉണ്ട് എന്ന് ആദ്യമേ നമ്മളൊന്ന് അളന്നെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തത് ഇതിൽ ഏകദേശം 140 ഇഞ്ച് ഫാബ്രിക്കാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മളൊരു പാവാട തയ്ക്കുമ്പോൾ മെയിനായിട്ട് ഈ ഒരു കണക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിലാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്ലീറ്റ് സൈസ് 1 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി വേസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്നതിന് 38ആണ് വേസ്റ്റ് റൗണ്ടായിട്ട് എടുത്തേക്കുന്നത്. ഇനിയാണ് ഈ ഫോർമുലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തോട്ട് പോകുന്ന ആ പ്ലീറ്റിൻ്റെ ആ ഒരളവാണ് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല എന്ന് വെച്ചാൽ പ്ലീറ്റ് ഇൻടേക്ക് ഈക്വൽ ടു ടോട്ടൽ ഫാബ്രിക് മൈനസ് വേസ്റ്റ് റൗണ്ട് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. അതായത് നമ്മൾ ടോട്ടൽ ഫാബ്രിക് 140 ഇഞ്ചാണ്, അതിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് 38 കുറയ്ക്കണം. അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് 38 ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് 38 ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് പ്ലേറ്റ്സ്, 38 ആയിരിക്കും, 38 പ്ലീറ്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 38. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് 2.68 ആണ് പ്ലീറ്റ് ഇൻടേക്ക് ആയിട്ട് കിട്ടിയത്. അതായത് ഞാനിവിടെ പ്ലീറ്റ് 1 ഇഞ്ച് പ്ലീറ്റ് എടുക്കുന്നു, അതിൻ്റെ ഇൻടേക്ക് പോകേണ്ടത് 2.68 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പ്ലീറ്റ് സൈസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 1 ഇഞ്ച് പ്ലീറ്റ് സൈസ് കൊടുത്തത് കൊണ്ടാണ് എനിക്ക് 38 നമ്പർ ഓഫ് പ്ലീറ്റ്സ് വന്നത്. ഇപ്പം നമ്മൾ 2 ഇഞ്ചാണ് പ്ലീറ്റിന് കൊടുക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ പകുതിയായിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പം നമുക്ക് 38ൻ്റെ പകുതി ഒരു 19 ആയിരിക്കും പ്ലീറ്റ് നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരുന്നത്. ഫസ്റ്റ് ഞാനിവിടെ എനിക്ക് എന്തുമാത്രം ലെങ്തിൽ പാവാട വേണം അതാണ് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്യുന്നത്. അതായത് ഞാനൊരു 40 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്കേർട്ടിൻ്റെ ആ ലെങ്ത് വെച്ചിട്ട് റിമൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക്കിലോട്ട് പ്ലീറ്റ്സ് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് വിടുവാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് നമുക്ക് ലാസ്റ്റ് കൂട്ടി തയ്ക്കാനായിട്ട് വേണം, അതിനാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ അടുത്ത 1 ഇഞ്ച്, അതായത് നമ്മൾ പ്ലീറ്റ് സൈസ് അടുത്ത 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനടുത്തത് 2.68. ഇവിടെ എനിക്ക് 2.68 ആണ് വന്നത്. അപ്പം ഞാൻ പ്ലീറ്റ് ഇൻടേക്കായിട്ട് 2.68 പിന്നീട് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ ഫാബ്രിക് തീരുന്നിടം വരെ തുടർന്നുകൊണ്ടിരിക്കണം. അതായത് ഫസ്റ്റ് 1 ഇഞ്ച്, അത് കഴിയുമ്പം 2.68. നിങ്ങൾക്കിപ്പോൾ എത്രയാണോ വേസ്റ്റ് റൗണ്ട് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 അങ്ങനെയൊക്കെ വരാം. അത് അവരവർ എത്രയാണോ എടുക്കുന്നത് ആ ഒരു രീതിയിൽ മെഷർ ചെയ്ത് പോവുക. ആദ്യം 1 ഇഞ്ച് മെഷർ ചെയ്യുക, ദെൻ നമ്മുടെ പ്ലീറ്റ് ഇൻടേക്ക് എത്രയാണോ അത്രയും മെഷർ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ആദ്യം ഇട്ട ആ 1 ഇഞ്ച് നമ്മൾ അത് വിട്ടേക്കുക. പിന്നീടുള്ള 1 ഇഞ്ച്, പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന ആ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.68, അതായത് പ്ലീറ്റ് ഇൻടേക്കിലോട്ട് നമ്മൾ ഫാബ്രിക് വെച്ചിട്ട് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ഇഞ്ച് എടുക്കുക, ദെൻ ആ 2.68ലോട്ട് പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തയ്ക്കാനും ഈസി ആയിട്ട് തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് തയ്ച്ച് വെക്കാനും പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ആദ്യമേ 1 ഇഞ്ച്, ദെൻ നമ്മുടെ പ്ലീറ്റ് ഇൻടേക്കിലോട്ട് അതിനെ ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തയ്ച്ചെടുത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ധാവണി അല്ലെങ്കിൽ പട്ടുപാവാടയ്ക്ക് പാവാട തയ്ച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വേസ്റ്റായിട്ട് തുണി അങ്ങനെ പോകത്തുമില്ല. നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ പാവാടയാക്കി എടുക്കാനും പറ്റും.
പിന്നീട് ബെൽറ്റ് പോർഷൻ തയ്ക്കുന്നത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതിൽ നമ്മൾ സാധാരണ തുണി എടുത്തിട്ട് ജസ്റ്റ് ഈ തയ്യലിൻ്റെ മുകളിൽ കൂടി ഇങ്ങ് തയ്ച്ച് പോയാൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ പോർഷനും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പ്ലീറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.